Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome. Today, a message from your future self or a message from tomorrow. So, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്? നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, ഈ സമയം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല എന്തായിരിക്കാം നാളെ സംഭവിക്കാൻ പോകുന്നത്, എന്തായിരിക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ. സോ കളക്റ്റീവ് മെസ്സേജ് ആണ്. ടേക്ക് ഇറ്റ് വാട്ട് ഈസ് റെസനേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ ചേഞ്ച്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്കുള്ള കൺഫർമേഷൻ ആണ്. സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നുണ്ട്, മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾ ചില സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്, ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഴത്തിലുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ചില കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും മുന്നോട്ട് വരുന്ന സമയത്ത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾക്ക് തരുന്നൊരു കൺഫർമേഷൻ ആണ് ചേഞ്ച്, മാറ്റം. നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുമെന്ന് പേടിക്കുന്ന ആളുകളും ആയിരിക്കാം. ഓക്കെ, കാരണം ഇത് ചില ആളുകൾക്ക് ഒരു കൈൻഡ് ഓഫ് കൺഫർമേഷൻ പോലെയാണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലെയാണ് മാറ്റത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. ഓക്കെ, കാരണം ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നുണ്ട് വളരെ ആഴത്തിൽ. ഓക്കെ, ഡെപ്ത് ഉണ്ടാവുന്നുണ്ട്, ഇന്റൻസ് ഡ്രീം. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ചില ഡ്രീം കണക്ട് ആവുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്. ഇതൊരു സമയത്ത് നിങ്ങൾ ഇരുന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ആരെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ കൂടിയാണ്. കാരണം നിങ്ങൾ ആരെങ്കിലും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓൾറൈറ്റ്, അത് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ആഗ്രഹം അതുപോലെ കണക്ട് ആവുന്നുണ്ട്. എസ്പെഷ്യലി ചില ആളുകളുടെ ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഇന്റിമസി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കെയർ, സ്നേഹമൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളൊരു സമയത്ത് നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കാം. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം. സോ ഇതുപോലത്തെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. സോ ചില മാറ്റങ്ങൾ ഓൾറെഡി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ ചില കാര്യങ്ങൾ മാറുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേടിക്കേണ്ട കാര്യമില്ല, ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം ചിലതൊക്കെ റൈറ്റ് പ്ലേസിൽ വന്നാലേ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് വരുന്നുള്ളൂ. ഓൾറൈറ്റ്, ഒരു ഡ്രീം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഇൻ യുവർ റിയാലിറ്റി. ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. വാട്ട് യു നീഡ് ടു ഹിയർ, മെസ്സേജ് ഫ്രം യുവർ ഫ്യൂച്ചർ സെൽഫ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നത് ആളുകളെ പറ്റിയിട്ടാണ്, സിറ്റുവേഷൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, കാരണം ചില കാര്യത്തിന്റെ, ചില ആളുകളുടെ ജെന്യൂൻ ഇന്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളായിക്കൊള്ളണമെന്നില്ല നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത്. ഓർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾക്ക് തരുന്ന ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് ചില ആളുകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിൽ വളരെ പ്ലസന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകള് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ അവരുടെ ഒരു ജെന്യൂൻ ഇന്റൻഷൻ, അവരുടെ ഒരു റിയൽ ഫേസ് നിങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. പക്ഷെ അത് ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ അത്രയൊരു ആഴത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കണം ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത്. ഓക്കെ, അത് സ്പെഷ്യലി ചില ആളുകളുടെ ജെന്യൂൻ ഇന്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ആരാണ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകള്, അത് റിവീൽഡ് ആവണം നിങ്ങളുടെ മുന്നിൽ, നിങ്ങൾക്കത് കാണാൻ സാധിക്കണം, അല്ലെ? സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകൾ ആരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിർത്താൻ പാടില്ലാത്ത ആളുകൾ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈവൻ അത് കുറച്ച് വിഷമമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ വളരെ റീസെന്റ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, വളരെ പ്ലസന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നിങ്ങളെ പ്ലീസ് ചെയ്ത് നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് ഷെയർ ചെയ്യാതിരിക്കാം. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. ആൻഡ് അഗൈൻ നിങ്ങളുടെ അടുത്ത് മറ്റുള്ള ആളുകളെ പറ്റിയിട്ട് വന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അങ്ങനത്തെ ആളുകളെയും കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം കോൺവെർസേഷനിൽ ഉണ്ടാവുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന സിറ്റുവേഷൻസ്
ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് റൈറ്റ് അല്ലാത്ത കാര്യങ്ങളും അവിടെ മാറുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ പാത്ത് തെളിയുന്നത് പോലെ നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമായിട്ടായിരിക്കില്ല നിങ്ങളുടെ ഒരു ഡ്രീം കംപ്ലീറ്റ് ആവുന്നത്. അവിടെ മേ ബി റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരുന്നതായിരിക്കാം, റൈറ്റ് ആയിട്ടുള്ള ആളുകളെ അവിടെ നിങ്ങൾക്ക് വേണ്ടി റീപ്ലേസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പലതും നിങ്ങൾ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? നിങ്ങൾക്കറിയാം ചിലത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്, പക്ഷെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ അത് നിങ്ങളെ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. സോ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾക്ക് തരുന്ന ഒരു വാർണിംഗ് അതാണ്. ഓക്കെ, ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരാളുകളും ബാഡ് ആയിട്ടുള്ള ആളുകളെ എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിർത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ തന്നെ നിങ്ങളെ കമ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കമ്പയർ ചെയ്ത് തുടങ്ങുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫോ സന്തോഷമായിട്ടുള്ള പാർട്ട്ണറോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചില സന്തോഷങ്ങൾ കഴിയുന്നതും വേറെ ആളുകളായിട്ട്, അത് ഈവൻ നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ പോലും കഴിയുന്നതും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം അവിടെ ചില കമ്പാരിസൺ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് വളരെ ക്രേവ് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്ത് പറയാൻ ക്രേവ് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് കണക്ട് ആവുന്നത്, നിങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. അതുപോലെ മറ്റുള്ള ആളുകൾക്ക് നിങ്ങളുടെ മേലെ കമ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളുടെ എനർജി എന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ നല്ലതാണ്. ഓക്കെ, മറ്റുള്ള ആളുകൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ഓവർ ട്രസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ആളുകളെ വിശ്വസിക്കാം, പക്ഷേ റൈറ്റ് ആയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം കണ്ണടച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, മെസ്സേജ് ഫ്രം യുവർ ഫ്യൂച്ചർ സെൽഫ്. സോ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, സിംഗിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം, ഓർ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറായിട്ട് നല്ല രീതിയിലുള്ളൊരു ഇന്റിമസി, നല്ല രീതിയിൽ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മ്യൂച്വലി കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ലൈഫ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അത് നിങ്ങളുടെ ഒരു പുതിയ അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്ന് ഉണ്ടാവുന്നതായിരിക്കാം. ഓർ നിങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള പാർട്ട്ണറെ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, കാരണം ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മെസ്സേജ് ഫ്രം യുവർ ഫ്യൂച്ചർ സെൽഫ്. ഇറ്റ്സ് എ കൺഫർമേഷൻ, ഇറ്റ്സ് എ സ്ട്രോങ് കൺഫർമേഷൻ. സി നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ റിസീവ് ചെയ്യാൻ റെഡി ആവൂ. എസ്പെഷ്യലി റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത്. ഓക്കെ, റിലേഷൻഷിപ്പ് നിങ്ങൾ അത്ര ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു ഡ്രീം നിങ്ങൾ കയ്യിൽ വാങ്ങാൻ പോവാണ്. നിങ്ങളുടെ ഡ്രീം നിങ്ങളുടെ റിയാലിറ്റിയിൽ വരികയാണ്. ആൻഡ് ദർ ഈസ് നോ ഡൗട്ട് ഓൺ ദാറ്റ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഒരുപാട് ഡേ ഡ്രീം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓൾറൈറ്റ്, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ചില ആളുകൾക്ക് അത് നിങ്ങളുടെ വർക്ക് പ്ലേസ് ആയിരിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ എന്തോ ഒരു അത്ര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. യു നീഡ് ടു ഹിയർ കോംപ്രമൈസ്. ഓൾറൈറ്റ്, ഓക്കെ, ഇറ്റ്സ് അഗൈൻ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾക്ക് തരുന്ന ഒരു വാർണിംഗ്, ഒരു മെസ്സേജ്. ഓക്കെ, കാരണം ചില ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് കോംപ്രമൈസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ മനസ്സിലാക്കുക ആ വ്യക്തി ഡെഫിനറ്റ്ലി എന്തെങ്കിലും കൈൻഡ് ഓഫ് കമ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങളായിട്ട്, നിങ്ങളുടെ ലൈഫിലുള്ള ചില കാര്യങ്ങളായി. നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ഒരു സറൗണ്ടിങ്,
സന്തോഷമായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷമായിട്ടുള്ള ഫാമിലി ലൈഫ്, സന്തോഷമായിട്ടുള്ള പാർട്ട്ണർ, അത് കഴിയുന്നതും നിങ്ങൾ ചില ആളുകളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ തിരിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ കുറച്ചുകൂടെ അവെയർ ആയിട്ടിരിക്കാം. ഓൾറൈറ്റ്, ഒരു ടൈമിൽ നിങ്ങൾ ലൈഫിൽ നിന്ന് പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ട്രസ്റ്റ് മീ, ചിലത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റം എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇത് ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ. സോ നിങ്ങളെക്കാൾ മുന്നേ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചേഞ്ച് ആവുകയാണ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുകയാണ്, നിങ്ങൾക്ക് ചില സന്തോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ചില ആളുകളുടെ ലൈഫിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിലേക്ക് കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ വരുന്ന ആളുകളെ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക, അവരുടെ ഇന്റൻഷൻ എന്താന്നുള്ളത് മനസ്സിലാക്കുക. സോ ആരെങ്കിലും ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത്, അത് ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം, നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം. സോ ഓൾമോസ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരിച്ചു വരുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ചില സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. കാരണം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എനർജറ്റിക്കലി ഈ ഒരു പ്ലേസിൽ അവൈലബിൾ ആയിരിക്കില്ല. സോ അത് ചില ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്തു വരുന്ന ആളുകളെ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ റൈറ്റ് ആയിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ചില ആളുകളിൽ കുറച്ച് ഡിപ്പെൻഡഡ് ആവുന്നുണ്ട്, ചില ഇമോഷണൽ സിറ്റുവേഷനിൽ കുറച്ച് ഡിപ്പെൻഡഡ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ സ്വഭാവം വളരെ നന്നായിട്ട് അറിയുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ ആളുകളെ നിങ്ങൾ കുറച്ചുകൂടെ അവെയർ ആയിട്ടിരിക്കുക. ഓൾറൈറ്റ്, ആൻഡ് നിങ്ങൾക്കുള്ള ഒരു വലിയൊരു കൺഫർമേഷൻ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ലൈഫിൽ ആളുകൾക്ക് ഇൻസ്പയർ ആവുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് വേണം എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഡ്രീം കം ട്രൂ സിറ്റുവേഷൻ ആണ്. ട്രസ്റ്റ് മീ. ഓക്കെ, സോ ചില പ്ലേസിൽ നിങ്ങൾ ഐസൊലേറ്റ് ആവുന്നുണ്ടായിരിക്കണം, ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് എ ഗ്രേറ്റ് സൈൻ നിങ്ങൾക്ക് ആ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, സോ ഒറ്റപ്പെടുന്ന സമയത്ത് നിങ്ങൾ മേ ബി ആളുകൾ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ, അത് ആക്ച്വലി നല്ലതാണ് നിങ്ങളായിട്ട് നിൽക്കുക. കാരണം ചില കാര്യങ്ങള് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് ഉണ്ടായിരിക്കണം, പക്ഷെ ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചില സത്യാവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ചില സിറ്റുവേഷന്റെ ജെന്യൂനിറ്റി നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, റിയലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ആഗ്രഹം നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ എനർജി റിയാലിറ്റിയിൽ വരുന്നുണ്ട്. അത് നിങ്ങളുടെ വലിയൊരു സ്വപ്നമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് നിങ്ങൾ റിസീവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ട്രസ്റ്റ് മീ, അത് നിങ്ങൾക്ക് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.